ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അസീസ് ഡയറി. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കോവയ്ക്ക ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കോവയ്ക്ക. അപ്പോൾ ഓരോ നാട്ടിലും ഇതിന് പല പേരൊക്കെ അറിയപ്പെടുമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിൻ്റെ പേര് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങളുടെ ഇവിടെ ഇത് കോവയ്ക്ക എന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിലുണ്ടായതൊന്നുമല്ല, ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഏകദേശം 250 ഗ്രാം കോവയ്ക്ക ഉണ്ടാവും. ഇത് ഞാനിങ്ങനെ ചെറുതായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറുത് മീൻസ് നമ്മൾ ഈ മെഴുക്ക് പുരട്ടിക്കൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി തിക്കായിട്ട് വേണം കേട്ടോ. ഇതുപോലെ കണ്ടില്ലേ, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കണോ? അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. അതായത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഇതിനകത്ത് 1.5 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ സാധാ മുളക് പൊടിയാണ് ഇടുന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഒരു 1/4 ടീസ്പൂൺ മാത്രം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടിയാണ് കേട്ടോ. കായപ്പൊടി ഇതിനൊരു പ്രത്യേക ഫ്ലേവർ തരും. അപ്പോൾ അതിനുശേഷം നമുക്കിതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി നമ്മുടെ സാധാരണ വീട്ടിൽ നമ്മുടെ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. നമ്മുടെ പുട്ടിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയില്ലേ, അതിലൊരു 3 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 3 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കുറച്ച് അരിപ്പൊടി എക്സ്ട്രാ ഇടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. അതൊരു കോട്ടിങ് അതിൻ്റെ ഈ ഒരു മസാലയ്ക്ക് നന്നായിട്ട് അതിൽ കോട്ട് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് സ്പൂൺ കൊണ്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു പൊടി ഒരു കോവയ്ക്കയിലൊക്കെ ഒന്ന് ചേർത്തതിന് ശേഷം പിന്നെ നമുക്ക് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിക്കണം. കാരണം കൈ കൊണ്ട് തിരുമുന്ന ആ ഒരു സമയത്തായിരിക്കും നമ്മുടെ ആ ഒരു പൊടിയൊക്കെ കുറച്ചുകൂടി നന്നായിട്ടൊന്ന് ലൂസാവും. അതായത് നമ്മളിങ്ങനെ കോവയ്ക്ക നമ്മളിതിൽ വെള്ളമൊന്നും തീരെ ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ ആ കോവയ്ക്കയുടെ ചെറിയ നീര് കൊണ്ടൊന്ന് പിഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തിരുമ്മി യോജിപ്പിച്ച് ഇതുപോലെ ഒന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് കിട്ടിയതിന് ശേഷം പിന്നെ നമുക്കിതൊരു ഏകദേശം ഒരു 10-15 മിനിറ്റെങ്കിലും കുറഞ്ഞതൊന്ന് അടച്ച് വെച്ചൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ വളരെ പെട്ടെന്നാണിത് റെഡിയാക്കിയത്, അതുകൊണ്ട് തന്നെ അധികം നേരമൊന്നും വെച്ചിരുന്നില്ല. ഞാനിത് അരപ്പ് പുരട്ടി ഉടനെ തന്നെ കുക്ക് ചെയ്യാൻ പോകും കേട്ടോ. അപ്പോൾ ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മൾ ഇങ്ങനെ ചേർത്ത് മാറ്റി വെച്ചിരുന്ന ഒരു കോവയ്ക്ക ഉണ്ടല്ലോ, മസാല ഇട്ട് വെച്ചിരുന്ന കോവയ്ക്ക ഇതുപോലെ ഒന്ന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ച് സ്റ്റിക്കി ആയിട്ടിരിക്കുമെങ്കിലും കാര്യം വെക്കേണ്ട. കാരണം ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ ഫ്രൈ ആയി വരുന്ന സമയത്ത് ഓരോന്നോരോന്നായിട്ട് വിട്ടെടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ശേഷം ഉടനെ ഇളക്കാൻ പാടില്ല. ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇതുപോലെ ഒന്ന് ഇളക്കി മാത്രം, അതായത് ഫ്രൈ പാൻ ഒന്ന് അനക്കി മാത്രം നമ്മളിത് വെച്ചേക്കാം. നമ്മൾ ഇപ്പോൾ തന്നെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അതിൻ്റെ കോട്ടിംഗ് ഒക്കെ വിട്ട് ആ ഒരു ടേസ്റ്റ് അങ്ങനെ ഇഷ്ടമാവും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒരു പരിവായി വരുന്ന ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കോവയ്ക്ക ഫ്രൈ ഒക്കെ ഒന്ന് റെഡിയാക്കി കിട്ടും കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഫ്രൈ എല്ലാം നന്നായിട്ട് നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ചതിന് ശേഷം, അതായത് സിമ്മിലിട്ടതിന് ശേഷം നമുക്കിതൊന്ന് നോക്കാം. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ ഒപ്പം ചൂടോടെ എന്ന് മാത്രമല്ല, ചൂട് മാറിക്കഴിഞ്ഞാലും നല്ല ടേസ്റ്റിയാണ്. ഇത് കണ്ടില്ലേ, നല്ല മുരുമുരാന്നിരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക ഫ്രൈ ആണിത്. അപ്പോൾ നമ്മുടെ ഇങ്ങനെ കോവയ്ക്ക റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ലൊരു ഒരു മണമൊക്കെ വരും കേട്ടോ. ഇതിങ്ങനെ പൊരിച്ച് വരുന്ന ആ ഒരു ടൈമിൽ നല്ല മണമാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എണ്ണയിൽ തന്നെ അതിൽ തന്നെ ചൂടോട് കൂടി തന്നെ നെക്സ്റ്റ് ബാച്ച് ഇട്ട് കൊടുത്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ലാസ്റ്റ് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അതിലാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതലുണ്ടാവുക കേട്ടോ. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ബാച്ചും വറുത്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് നിന്ന് കുറച്ചുകൂടി ടേസ്റ്റി ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഇങ്ങനെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ദൂരേക്കൊന്ന് മാറി നിന്ന് ഇതൊന്ന് പൊട്ടുന്ന വരെ വെയിറ്റ് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് പൊട്ടിച്ചെടുക്കുക. ആ ഒരു പൊട്ടലൊക്കെ ഒന്ന് മാറി ഒരു മണമൊക്കെ വന്നു തുടങ്ങും. ചെറുതായിട്ട് ഒരു കളർ ചേഞ്ച് ആയി വരുന്ന ഈ ഒരു ടൈമിൽ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു 3 തണ്ടോളം കറിവേപ്പിലയാണ്. നമ്മളിപ്പോൾ എടുത്ത ഈ ഒരു പച്ചമുളകും കറിവേപ്പിലയും ഇതുപോലെ ഒന്ന് കളർ ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഒരു കോവയ്ക്ക ഫ്രൈയിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. കോവയ്ക്ക എന്നത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു വെജിറ്റബിളാണ്. അപ്പോൾ കുട്ടികൾ അധികം പേര് മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുത്താലും കഴിക്കില്ല.
അങ്ങനെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ കൃഷി ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെജിറ്റബിൾ ഷോപ്പിലൊക്കെ എപ്പോഴും പോകുമ്പോൾ കാണുന്നൊരു സാധനമാണ് ഈ കോവയ്ക്ക എന്ന് പറയുന്നത്. ഞങ്ങളിവിടെ ശരിക്കും പറഞ്ഞാൽ കുരങ്ങ് ശല്യം കാരണം അധികം ഇതൊന്നും കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. ഞാനിത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച കോവയ്ക്കയാണ്. അപ്പോൾ എല്ലാവരും കോവയ്ക്ക കിട്ടുമ്പോൾ ഇതുപോലൊന്ന് ഫ്രൈ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുക. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ കോവയ്ക്ക ഫ്രൈഡ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.